അതിന് നമ്മുടെ നാട്ടില് എത്രത്തോളം PSC കോച്ചിങ് സെന്റർ ഉണ്ടെന്ന് അറിയാവോ? നിരവധിയുണ്ട് അല്ലെ? ഒരു നാട്ടിൽ തന്നെ, എൻ്റെ നാട്ടിൽ തന്നെ ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. ഈ കോച്ചിങ് സെന്റേഴ്സിലൊക്കെ കാശ് മുടക്കി മാസം 4000 5000 ഒക്കെ കൊടുത്ത് പഠിച്ച് വർഷങ്ങളോളം പഠിച്ച് കഠിനാധ്വാനം ചെയ്തിട്ട് അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഒരു PSC റാങ്ക് ലിസ്റ്റിലെങ്കിലും എത്തുന്നത്. അപ്പൊ ഒരു റാങ്ക് ഹോൾഡർ ആവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല അല്ലെ? അവരെ ഉറക്കൊളച്ച് പഠിച്ച് കൃത്യമായി ആ സ്ഥാനത്ത് എത്തിക്കഴിയുമ്പോൾ ഇന്ന് അങ്ങനെ പഠിച്ചെത്തിയവരെല്ലാം തിരുവനന്തപുരത്തെ ആ തെരുവിലാണ്. അവരാ തെരുവിൽ കിടന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്, അവരവിടെ കിടന്ന് നിരാഹാരം ഇരിക്കുകയാണ്, അവരെ അവിടുന്ന് പോലീസ് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അവർ ആ തെരുവിലിരിക്കുന്നത്? അവർ അത്രയും പഠിച്ച് ആഗ്രഹിച്ച് വന്ന നിമിഷത്തിൽ അവരെ അവിടെ അവഗണിക്കുകയാണ്. PSC ഉദ്യോഗാർത്ഥികളെ അവിടെ അവഗണിക്കുകയാണ്. അവരെ അവഗണിച്ചുകൊണ്ട് പുതിയ നിയമനത്തിന് ഇവിടെ സർക്കാർ വിളിച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം. ഇപ്പം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഈ PSC സമരവുമായി ബന്ധപ്പെട്ട് ഈ ആളുകൾ തെരുവിലിറങ്ങി. അത്രയും നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. നമുക്ക് അത്രയും വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്. ഈ സർക്കാർ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസം തന്നെ അവിടെ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എനിക്കതെങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഇന്നലെ തന്നെ LPST റാങ്കുമായി റാങ്ക് ഹോൾഡറായ വളർമതി എന്ന ഒരു സ്ത്രീ അവിടെ നിരാഹാരം ഇരിക്കുന്നുണ്ട്. അവരെ നിർബന്ധപൂർവ്വം പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് കൃത്യമായൊരു നീതി നിക്ഷേപമല്ലേ അവിടെ നടക്കുന്നത്? തീർച്ചയായും. കാരണം നമുക്ക് ഇപ്പം വിഷ്ണു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നിസ്സാരമല്ല PSC റാങ്ക് ഹോൾഡർ കയറുക എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് PSC എന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന, അവർക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടോ ഒന്നും വേറെ പഠിക്കാൻ പോകത്തില്ല. നമുക്കറിയാം PSC എന്ന് പറഞ്ഞു പോകുന്നത് ജോലി, ഒരു സുരക്ഷിത ജോലി ആഗ്രഹിച്ചു വേണ്ടിയാണ്. അവരുടെ ജീവിതം രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓരോരുത്തരും PSC പഠിക്കുന്നതും PSC ജോലിക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നതും ഒക്കെ. അപ്പോൾ അവർ 1-2 വർഷം എടുത്ത് പഠിച്ച് PSC എഴുതി കയറി റാങ്ക് ലിസ്റ്റ് കയറുമ്പോൾ അവർക്ക് ജോലിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു. 8ാം റാങ്കുള്ള ഒരു വ്യക്തി, 8-9 റാങ്കുള്ളൊരു പെൺകുട്ടി അവിടെ സമരം ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത്. ആ പെൺകുട്ടിയോട് റിപ്പോർട്ടേഴ്സ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നമുക്കറിയാം, നമുക്കൊരു റാങ്ക് ഹോൾഡർ കിട്ടിയ റാങ്ക് ലിസ്റ്റ് കയറി നമ്മൾ എല്ലാവരോടും സ്വാഭാവികമായിട്ട് പറയും ജോലി ഉറപ്പാണ്. ഇപ്പോൾ 9ാം റാങ്ക് എന്നൊക്കെ പറയുമ്പോൾ ജോലി ഉറപ്പാണ്, ഒരു കാര്യമാണ്. ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവിടെ ജോലിക്ക് കയറിയില്ലേ, ജോലി കിട്ടിയില്ലേ എന്നുള്ള രീതിയിൽ. അപ്പൊ അത്രയും മാനസികമായിട്ട് അവരെ അത് തളർത്തുന്ന ഒരു കാര്യമാണ് ആ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പഠിച്ചാണ് ഓരോരുത്തർ കയറുന്നതും. അവരുടെ അപ്പോൾ ഒരു കയറുമ്പോൾ ഒരു പെൺകുട്ടി മാത്രമല്ല, കുടുംബം മൊത്തമാണ് സന്തോഷിക്കുന്നത്. അവരുടെ ഒരു ലൈഫാണ് അവിടെ സെറ്റ് ആകുന്നത്. ഞാൻ ചോദിക്കുന്നത്, ആദ്യം PSC എഴുതിയിട്ടുണ്ടോ? തീർച്ചയായും ഞാൻ എഴുതിയിട്ടുണ്ട്, ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ PSC 1-2 ഒക്കെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് വിശ്വസിച്ച് ഇനി PSC പഠിക്കാൻ പറ്റുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എങ്ങനെ ഇനി കാശ് മുടക്കി ഒരു സ്ഥാപനത്തിൽ പോയിരുന്ന് പഠിക്കും? അല്ലെങ്കിൽ കാശ് മുടക്കണ്ട, അല്ലാതെ തന്നെ ഞാൻ PSCയിൽ ഇരുന്ന് എങ്ങനെ പഠിക്കും? ഞാനിത് പഠിക്കുമ്പോഴും ഞാൻ TV ന്യൂസ് വയ്ക്കുമ്പോഴും ഞാൻ കേൾക്കുന്ന വാർത്ത എന്താണ്? ഇവിടെ PSC റാങ്ക് ഹോൾഡേഴ്സ് വരെ തെരുവിലിരുന്ന് സമരം ചെയ്യുന്നു എന്നുള്ള വാർത്തയല്ല ഞാനിവിടെ കേൾക്കുന്നത്. അപ്പം ഞാൻ എന്ത് വിശ്വാസത്തിൽ ഞാൻ PSC പഠിക്കണം? അതാണ് ഞാനിവിടെ ആലോചിക്കുന്നത്. എന്തിനാണ് ഞാൻ PSC പഠിക്കേണ്ടത്? ഇവിടെ സർക്കാരിൻ്റെ ഒരു പൊതു ഇടമാണെന്ന് പറഞ്ഞാൽ PSC എന്ന് പറയുന്നത്, അതിലുള്ള വിശ്വാസമാണ് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇവിടെ എത്രയോ പേര് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടും പ്രായം അതിക്രമിച്ചു എന്ന് പറഞ്ഞ് ചിലവർക്ക് പലർക്കും ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ജോലിക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ നിരവധി കാരണങ്ങളോടെ ഈ ഇത്രയും വൈകിപ്പിക്കുന്നതിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇതൊക്കെയാണ് ഇവർ പ്രതീക്ഷിച്ചിരുന്നത്. ഒരു PSC നാട്ടിൽ തന്നെ നമ്മളുടെ എല്ലാവരുടെയും ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നാട്ടിലൊരു ജോലി അല്ലെ, സർക്കാർ ജോലി, വീട്ടിലെ ഇപ്പൊ മറ്റേ ഒരു സിനിമയിലൊക്കെ പറയുന്ന പോലെ നാട്ടിലെല്ലാവരും ജോലി, വൈകിട്ട് ക്രിക്കറ്റ് കളി, അങ്ങനെ അതൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ്, അത്രയും കഷ്ടപ്പെട്ട് ഒരാൾ പഠിച്ച് PSC റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടും അവന് തെരുവിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത്രത്തോളം ദയനീയമായ അവസ്ഥയാണ്. ഇപ്പോൾ അവിടെ നിരാഹാരം ഇരിക്കുന്നവർ, ഇപ്പം നമ്മൾ CJP സമരമൊക്കെ ഇവിടെ കണ്ടതാണ്. CJP സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നു. പരീക്ഷാ പേപ്പർ, കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ട്രെയിൻ പിടിച്ച് ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. അവരൊക്കെ മറന്നു പോകുന്ന ഒരു കാഴ്ചയാണോ തിരുവനന്തപുരത്തെ ആ തെരുവിലിരിക്കുന്നത്? ഞാനതാണ് മനസ്സിലാക്കുന്നത് അല്ലെ? ഒരുപാട് പേര് മറക്കുന്നുണ്ട്. കാരണം നമുക്ക് അവിടെ കാണാം ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് അവർ സമരം ചെയ്യുന്നത്. അപ്പൊ ആ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല. ഒരു പാർട്ടി പ്രവർത്തകർക്കും അധികം താല്പര്യമില്ലാത്തൊരു ഇതാണ്. എനിക്ക് തോന്നുന്നു ടൊവിനോ തോമസ് CJPക്ക് സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രം
ABVP പ്രവർത്തകർ PSCയുടെ പ്രശ്നവും പറഞ്ഞ് ഫ്രണ്ടിൽ പോയി നിന്ന് സമരം ചെയ്തു. അത് അവർ എന്താണ് അവർക്കെതിരെ സംസാരിച്ചു, BJPക്കെതിരെ സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് അവിടെ ഫ്രണ്ടിൽ പോയി നിന്നത്. അല്ലാതെ ആ PSC ഉദ്യോഗസ്ഥരെ കണ്ടുകൊണ്ടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല അവരവിടെ കാണിച്ചത്. കഴിഞ്ഞ 10 കൊല്ലം DYFI ഇവിടെ മിണ്ടിയോ? ഒരു കാര്യം മിണ്ടിയിട്ടില്ല. അവരുടെ ഭരണവർഗമല്ലേ അവിടെ, അവരുടെ പാർട്ടിയല്ലേ അവിടെ അധികാരത്തിൽ ഇരിക്കുന്നത്. PSC സമരവുമായി ബന്ധപ്പെട്ട എത്രത്തോളം ആളുകൾ അവിടെ തെരുവിൽ കിടന്നേ? ഈ DYFI മിണ്ടിയോ? ഒരാളും മിണ്ടിയിട്ടില്ലല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഈ സമരവുമായി ബന്ധപ്പെട്ടും ഇവിടെ ആരും അവരെ അവഗണിക്കുകയാണ്, എല്ലാവരും അവഗണിക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു അമ്മയുടെ മടിയിലിരുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് പലരും സമരത്തിന് അവിടെ ഇരിക്കുന്നത്. അതാണ് കാണുമ്പോൾ നമുക്ക് തന്നെ വളരെയധികം വിഷമം തോന്നും. ഒരു കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചിട്ടാണ് അവർ സമരത്തിനിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നതും. നമുക്ക് ആ കാണുന്ന കാഴ്ച ഒന്ന് ആലോചിച്ചു. ആ കുഞ്ഞുങ്ങൾ അവിടെ ആ തെരുവിലിരിക്കേണ്ടവരാണോ? അത്രയും പഠിച്ച് അവർ ആ റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടും അവർക്ക് വീട്ടിലിരുന്ന് അവർ വളരെ വീട്ടിലിരുന്ന് ആ ഒരു അത്രത്തോളം കളിച്ച് രസിക്കേണ്ട ആൾക്കാരാണ്. അവരിന്ന് തെരുവിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ സിസ്റ്റം എത്രത്തോളം പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? സർക്കാർ ജോലിയിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസം അതില്ലാതാവുകയാണ്. സാധാരണക്കാരന് ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് പലരും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഒരു 2-3 കൊല്ലവും കൂടെ കഴിയുമ്പോൾ കേരളത്തിൽ ഒരുമാതിരി വീടൊക്കെ വെറുതെ കിടക്കും. കണ്ടോ? കാരണം ഇവിടെ PSCയിൽ ഉണ്ടാവുന്ന വിശ്വാസം സാധാരണക്കാരൻ ഇല്ലാതാവുകയാണ്. ഇവിടുന്ന് ആളുകൾ നേരെ പുറത്തോട്ട് പോകും. ഈ പുറത്തോട്ട് പോകുന്നവർ ഇങ്ങോട്ട് തിരിച്ചു വരുമോ? അതുണ്ടാവില്ല. ഇവിടെ ഇരിക്കുന്ന ആ മാതാപിതാക്കളെയും കൂടെ തിരിച്ചു കൊണ്ടുപോകുന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് ഇവിടെ കേരളം പോകാൻ പോകുന്നത്. ഇവിടെ കൂടുതലും ഇനി അന്യസംസ്ഥാന തൊഴിലാളികൾ എല്ലാവരും കൂടെ വന്നുകൂടും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ പെരുമ്പാവൂർ കണ്ടില്ലേ, നിരവധി ആളുകൾ വരികയാണ്. അപ്പോൾ ഇത്തരം അവസ്ഥയിലേക്കാണ് നമ്മളുടെ ആ ഒരു സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? സാധാരണക്കാരന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ അവൻ പോകുന്നേ. അവൻ പോയാൽ പിന്നെ അവൻ അവിടെ നല്ല ജീവിത സൗകര്യങ്ങൾ കിട്ടി അവൻ വരില്ല. ഇത്തരം യാഥാർത്ഥ്യത്തിലേക്ക് പോകുമ്പോൾ ഇത് ഏറ്റവും വലിയൊരു അപകടകരമായ ഒരു അവസ്ഥയിലേക്കും കൂടെയാണ് ഇത് കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ PSC എക്സാമിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു PSC എക്സാം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ മിക്കവരും ഇച്ചിരി കല്യാണം കഴിഞ്ഞ് ഒരു സ്ത്രീകളാണ്. എനിക്ക് സ്ത്രീകളായിരുന്നല്ലോ എൻ്റെ പരീക്ഷയ്ക്കുള്ളത്. അപ്പം സ്ത്രീകളുടെ കാര്യം ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പോൾ പുരുഷന്മാരാണെങ്കിലും കറക്റ്റ് ഒരു 10-28 വയസ്സുള്ളവരാണ്. അവരുടെ ഭാവി രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. പിന്നെ ഈ 10-28 വയസ്സാകുമ്പോഴേ പുരുഷന്മാർ ജോലി കിട്ടാതെ PSC റാങ്കിലൊന്നും കിട്ടാതാകുമ്പോൾ അവർ വീട് നോക്കണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ പുറത്തേക്ക് പോകും. പക്ഷേ സ്ത്രീകൾ മിക്കവരും ഇവിടെ തന്നെ കടന്ന് PSC എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അവർ വീട്ടിലെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം, കുട്ടികളുടെ കാര്യമൊക്കെ നോക്കിയിട്ടാണ് അവർ പഠിക്കുന്നതും ഈ PSC റാങ്ക് ലിസ്റ്റിൽ കയറിയതും ഒക്കെ. മുമ്പ് വിഷ്ണു പറഞ്ഞ പോലെ കുട്ടിയെ മടിയിലിരുന്ന് സമരം ചെയ്ത ആ പെൺകുട്ടി ആ കുട്ടിയെ നോക്കി അല്ലെ വീട്ടുജോലിയും ചെയ്ത് വീട്ടുകാരെ നോക്കിയായിരിക്കും അവളെ പഠിക്കാൻ പോയത്. മണ്ണ് വാരി തിന്ന അവസ്ഥ വരെ അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തെന്നുണ്ടായി? ഇപ്പൊ ഞാൻ ഒരിക്കലും CJP പ്രൊട്ടസ്റ്റിന് വേണ്ടി ഇവിടെ ആൾക്കാർ പോയത്, ഇവിടെ പ്രതിഷേധിച്ചതിനെതിരെ ഞാൻ ഇതിൽ സംസാരിച്ചിട്ടില്ല. എനിക്കും അതിന് സന്തോഷമേ ഉള്ളൂ. ഒരു നീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞ വലിയ ക്രമക്കേട് തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഇവിടെ കിടക്കുന്ന ഉദ്യോഗാർത്ഥികളെയും കാണണം, അവർക്ക് വേണ്ടി സമരം ചെയ്യണം, അവരുടെ കൂടെ ഒപ്പം തന്നെ നമ്മളെ നിൽക്കേണ്ട അവസ്ഥയാണ്. അല്ല, അങ്ങനെ നിൽക്കണം, അതാണ് വേണ്ടത്. അത് ആ ഒരു സമരവുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരും ഇപ്പൊ ടോവിനോ ആയാലും അങ്ങനെ കുറച്ച് പേര് ഇപ്പോ ഈ ഇടയായിട്ട് നെസ്ലൻ അവർ കുറച്ചുപേരൊക്കെ ഇപ്പൊ സപ്പോർട്ട് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. എത്രത്തോളം ജനം അല്ലെങ്കിൽ ജനാധിപത്യം അല്ലെങ്കിൽ യുവത്വം ഇത് ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ കാണാനുള്ളത്. ഏറ്റെടുത്തേ പറ്റൂ, എന്നാലേ നമ്മുടെ സിസ്റ്റം ശരിയാവുകയുള്ളൂ. അതെ.